ഹലോ ഗായ്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനില്ലേ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഇല്ലേ എൻ്റെ രാജേട്ടനെ വിളിച്ചിട്ട് ഞാൻ വീണ്ടും വിളിക്കാതെ ഇറങ്ങി അങ്ങോട്ട് പോകും ഗൈസ്. ഇതാണ് എൻ്റെ പരിപാടി. രാജേട്ടൻ എന്താ ഗൈസ് ഈ രാജേട്ടന് പറ്റിയ? രാജുവേട്ടാ, ഹലോ രാജുവേട്ടാ, ഇങ്ങോട്ട് വരോ? എന്നിട്ട് ഞാൻ രാജുവേട്ടനെ അങ്ങോട്ട് വിളിക്കാതെ അങ്ങോട്ട് കളയും. രാജുവേട്ടാ അവിടെ തന്നെ ഇരുന്നോ കേട്ടോ. എടാ എന്താ എന്നെയും കൂടെ കൊണ്ടുപോടാ. പോടാ രാജുവേട്ടനേക്ക്. ഇങ്ങനെ പോടാന്ന് വിളിച്ചില്ലേടാ, അവിടെ വിളിച്ചടാ. എടാ ചെറുപ്പം മുതലില്ലേ, നീ ജനിച്ചപ്പോൾ തന്നെ ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചാണ് വളർത്തിയെന്നറിയാവോ? അതിന് നീ എൻ്റെ അച്ഛനൊന്നും അല്ലല്ലോ. അച്ഛനായാലും അമ്മയായാലും ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചാണ് വളർത്തിയെന്നറിയാവോ? ഒരുപാട് വളർത്തും. അല്ല, ശരിക്കും ഇനി അവൻ പറഞ്ഞ പോലെ എന്നെ അങ്ങനെ വളർത്തിയതാണോ? അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല സ്വഭാവമൊക്കെ ഉള്ളത്. എടാ ഇറങ്ങിപ്പോടാ. ചില സമയത്ത് ഞാൻ അടുത്ത സ്വഭാവം കാണിക്കാറുണ്ട്. ഇത് വലിയ വീഡിയോ ആണ് ഗൈസ്. ഇപ്പം മഴ വരും. ഇടിക്കാൻ നോക്കിയില്ല, അത് ഈ വഴി കൂടെ തീ വരും. എടാ ഓർഡറാ പിച്ചക്കാരാ, ഓർഡറാ അങ്ങോട്ട്. ഇപ്പം എനിക്ക് പോലീസിൻ്റെ സ്റ്റാർ വരും. നോക്കിയിരുന്നോ, എനിക്ക് സ്റ്റാർ വരും ഇപ്പം. ദേ വന്നു ദേ കണ്ടില്ലേ, ഒരു സ്റ്റാർ കിട്ടി. കാരണം ഞാൻ അവനെ കൊന്നില്ല. അവൻ സ്വന്തമായിട്ട് മരിച്ച പോലെ അഭിനയിച്ച് അങ്ങനെ ചത്തു. അങ്ങനെ അയാളൊന്ന് അവൻ്റെ തലമണ്ടക്കിട്ട് അടിച്ചു കൊടുത്തു, ഞാൻ കണ്ടായിരുന്നു. ഗൈസ്, ഞാൻ പറയില്ലേ മഴ പെയ്യുമെന്ന്. നിങ്ങൾ കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു. ഗൈസ്, ഞാൻ ഇന്നില്ലേ KTM RC മേടിക്കും. KTM RC ബൈക്ക് അത് ഞാൻ മേടിക്കും. KTM RC ബൈക്ക് അത് ഞാൻ മേടിക്കും. KTM RC ബൈക്ക് അത് ഞാൻ മേടിക്കും. KTM RC ബൈക്ക് ഞാൻ മേടിക്കും. ദേ ഞാൻ പറഞ്ഞില്ലേ KTM RC. അയ്യച്ചി, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണ? മാനത്ത് നോക്കി ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇപ്പോഴത്തെ പിള്ളേർ ഏത് ലോകത്താണ് വരണം? അല്ലടാ, ലോകമല്ല, പരലോകത്ത് വരും. എനിക്ക് പോടാ. പിള്ളേർക്കൊക്കെ എന്തിരടേ. അവൻ്റെ എന്തിരടെ ഇപ്പം ആഡ് വരും. നോക്കിക്കോ. പർച്ചേസ് KTM RC അതാണ്. എന്തായി? അതെ, KTM RC ഷോറൂം. എടാ നമ്മള് ജാക്ക് പുതിയ വണ്ടി എടുത്തടാ. നമ്മൾക്ക് എന്തിനടെ എന്നും വരും ഇവിടെ. എടാ ജാക്ക് പുതിയ വണ്ടി എടുത്ത് സോഷ്യൽ മീഡിയയിൽ അയക്കാം. എടാ പോടേ ഈ വണ്ടി സ്റ്റാർട്ട് ആവില്ല. പോയി. എടാ നില്ല അവിടെ ഫോട്ടോ എടുക്കത്തി. ഞാൻ ഫോട്ടോ എനിക്ക് അല്ലികാരട്ട്. ഈ വണ്ടി പോയി മോഡിഫിക്കേഷൻ ചെയ്യാം. ഗൈസ്, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കും അടിക്കാൻ മറക്കല്ലേ. പിന്നെ ഷെയർ, കമൻറ്റ്, സപ്പോർട്ട്, പിന്നെ ഫോളോ, ഇതൊന്നും ചെയ്യാൻ മറക്കല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ എൻ്റെ ചാനൽ കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കും അതിൻ്റെ അപ്പുറത്തുള്ള എല്ലാം അടിച്ചോ ഗൈസ്. എല്ലാം ചെയ്തോ. നമ്മുടെ ഫോളോ കണ്ടാൽ നിങ്ങൾ നെട്ടിപ്പോവും. വേറെ എത്രയോ ആണ് ഫോളോ. അതില്ലേ ഒരു 100ൻ്റെ എത്രയോ ആണ്, 3000 5000 എത്രയോ ആണ്. അല്ല 1000 അല്ല, 100. ഈ 300 200 അതൊക്കെയാണ്. 3000 അല്ല 300 എത്രയാണ്. ഇനി നമുക്കില്ലേ ഈ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം ഗൈസ്. ഇത് മോഡിഫിക്കേഷൻ ചെയ്താൽ തന്നെ എനിക്ക് നല്ല ഇത് കിട്ടും. ഗ്ലാസ് കളർ
അത് ഞാൻ അടിച്ചു. ബോഡി കളർ നമുക്ക് ഇത് തന്നെ അടിച്ചു കൊടുക്കാം. സ്പോർട്ട് അല്ല, റൈസിങ് മതി. റൈസിങ് ഇൻസ്റ്റാൾ നൈട്രോ. പിന്നെ ഇല്ലേ നമുക്ക് അതടിച്ച് ഇനി നമുക്ക് ഇല്ലേ നമ്മളുടെ വണ്ടിയുടെ ഇത് സൈസ് കൂട്ടാം. ഈ സൈസ് തന്നെ ഇത് ഗൈസ്, ഈ സൈസ് അല്ല എന്ന് തോന്നുന്നത്. സൈസ് തന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ സൈസാണ് എടുത്തെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ സൈസാണ്. ഞാൻ ഇത് ഫുള്ള് നോക്കി. ഇനി ടയർ ഇച്ചിരി വലുതാക്കണം. ഫ്രണ്ട് ബാക്ക് ഗൈസ്. ഇപ്പം ആഡ് ബ്രേക്ക് ആവും. ആഡ് ബ്രേക്കായിട്ടൊന്നും വന്നില്ല. വീൽ സൈസ് റൈസിങ് തന്നെ കൊടുക്കാം. അത് സ്റ്റിക്കർ വേണ്ട, ബോറാവും. ഞാൻ ഇല്ല, എൻ്റെ ലംബോർഗിനിയിൽ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. ഇത് ഒരുപാട് നേരമുണ്ട് ഈ വീഡിയോ. ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കും ചെയ്യാൻ മറക്കല്ല്. അത്രയേ ഉള്ളൂ ഗൈസ്, ഇത്രയേ ഉള്ളൂ. അപ്പം ഇല്ലേ നമുക്കിതിനകത്ത് ഡ്രൈവ് കൊടുക്കാം. ഞാൻ പോവാം ഗൈസ്. അപ്പം നമ്മൾ ഫുള്ള് ടിങ് അടിച്ചിട്ടില്ല, ഞാൻ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഇപ്പം ഇല്ലേ മറ്റേ ചെയ്യും, മറ്റേ ഒറ്റ ഇത് വെച്ച് ഇങ്ങനെ പൊങ്ങും. ഞാൻ ഇല്ലേ ഫ്രണ്ടിലത്തെ വീല് ഇല്ലേ ഞാൻ പൊക്കും നൈട്രോ അടിച്ചിട്ട്. ഞാൻ പറയല്ലേ ഗൈസ്, റൈസിങ്ങിൻ്റെ സ്റ്റാൻഡിങ്. ഗൈസ് ഞാൻ ഇല്ലേ ഇപ്പം നൈട്രോ ഇട്ട കണ്ട നൈട്രോ. നിങ്ങൾ ചത്താപ്പച്ച കണ്ടിട്ടുണ്ടാ? എനിക്ക് അതിനകത്തുള്ള എല്ലാവരെയും അറിയാം. പ്രധാന ഫൈറ്റേഴ്സ് അതില്ലേ, വില്ലനും ഉണ്ട്. പിന്നെ ഇല്ലേ ഈ എന്തുവായിരുന്നു, വില്ലനും ഉണ്ട്. പിന്നെ ഇല്ലേ പിന്നെ നമ്മളുടെ നായകിയുണ്ട്. ശരി, എനിക്കറിയാം, ഞാൻ പറയാം. ശരി, ഒരു വില്ലൻ്റെ പേര് ചെറിയാൻ ഒരു വില്ലനാണ്. പിന്നെ ഇല്ലേ ലിറ്റിൽ സവി വെട്രി. പിന്നെ ഇല്ലേ വേറെ ഡിയാസ്. പിന്നെ ഇല്ലേ അഷ്കർ. പറന്നു പോകണ പരന്തില്ല, അതിനെ കണക്കായിരിക്കും അഷ്കർ. പിന്നെ അഷ്കർ. പിന്നെ ഇല്ലേ സുപ്രൻ വർക്കി. ഇതൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചത്താ പച്ച? അത്രയും വച്ചിനാണ്. കട്ടിലടി കട്ടപ്പട്ടെ കട്ടുപട്ട. അതിനകത്ത് ഫുള്ളും സീനാണ് ഗൈസ്. ഫുള്ളും ചരിത്ര ഹിസ്റ്ററിയാണ്. പക്ഷേ ഇല്ലേ എനിക്ക് ഇല്ലേ ചരിത്രം അറിയാൻ ശരിക്കും. ടൈറ്റാനിക്കിൻ്റെ ടൈറ്റാനിക്സ് ഹിസ്റ്ററി അത് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. എനിക്കില്ലേ ഈ കഥ എഴുതാനും ശീലമുണ്ട്, കഥ പറയാനും ശീലമുണ്ട്. ഞാൻ ഇല്ലേ സ്പൈഡർമാൻ എക്സ്പ്ലെയിൻഡ് സ്റ്റോറി ഞാൻ എഴുതിയിട്ടില്ലേ, അതിനകത്ത് പകുതിയൊക്കെ തെറ്റാണ് ഗൈസ്, ഒന്ന് ക്ഷമിക്കണം. അപ്പം ഇല്ലേ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല്. അത് ചെയ്യണം, ഉറപ്പായിട്ട് ചെയ്യണം. റൊണാൾഡോ ഫാൻസ് ആണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എഴുതി വെക്കണേ. അതെ, നിങ്ങൾക്ക് CR7 അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞോണം. CR7 ഇല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ 7. ആ 7 ഇല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ നമ്പറാണ്. CR ഇല്ലേ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അത്രേ ഉള്ളൂ ഗായ്സ്. റോക്കി റോക്കി ഇങ്ങോട്ട് വാ. ഇവനെ കൊണ്ട് വലിയ ശല്യമില്ല. റോക്കി അടങ്ങട അവിടെ ശല്യപ്പെടുത്തല്ലേ. അത് റോക്കിന്ന് വിളിച്ചതാണ്. ഇപ്പതേ പണിപാളി തിരിച്ചു പോയി. എടാ റോക്കി അവിടെ ശല്യപ്പെടുത്തല്ലേടാ, അല്ല അവിടെ അലങ്കോലം ആക്കല്ലേടാ. എടാ പോടാ റോക്കി. റോക്കി ബൈ
റോക്കി ഞാനാണ്, പക്ഷെ എൻ്റെ പട്ടിയുടെ പേര് റോക്കി എന്നാണ്. ഞാൻ റോക്കി ബൈ, എൻ്റെ പട്ടിയുടെ പേര് റോക്കി. പോ ഇറങ്ങാൻ പറ്റില്ല, അല്ല പോവാൻ പറ്റില്ല. നടക്കാൻ പറ്റുന്നില്ല. നടക്കാൻ പറ്റി. അവിടെ എന്തൊരു ഒട്ടലാണ്, എപ്പോഴും അവിടെ ഒട്ടലാണ് ഗൈസ്. ഞാൻ എപ്പോഴൊക്കെ ഇറങ്ങണോ അപ്പോഴൊക്കെ ഒട്ടലാണ്. ഇവിടെ ഒട്ടലാണ് ഗൈസ്. ചേടാ ഇത് എന്ത് കഷ്ടമുണ്ട്, ഇത് ഒട്ടലാണ് ഇവിടെ. ഇനി എങ്ങനെ നടക്കാനാണ്? എൻ്റെ സർവ്വബലം എടുത്ത് ഞാൻ ചെയ്യണത്. എടാ എടുക്കാൻ പറ്റില്ലടാ, എൻ്റെ പൊന്ന് ഗൈസ്, എടുക്കാൻ പറ്റില്ല. എനിക്ക് പോവാൻ പറ്റില്ല. ഓടാൻ നോക്കിയിട്ട് ഓടാനും പറ്റില്ല. ചവിട്ടിയിട്ട് ഇളക്കാൻ പറ്റില്ല ഗൈസ്. ഫൈനലി നടന്ന്. എൻ്റെ കാലിൻ്റെ ഷൂ 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 ഗൈസ്. ഈ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ? അപ്പം ഇല്ലേ ഇത് ഗൈസ്. അപ്പം നമ്മൾ ഡ്രസ്സ് മാറ്റാം, എന്നിട്ടില്ലേ മഴ വന്നിട്ട് നമുക്ക് കുളിക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? അതെ ഗൈസ്, അതെ, നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളില്ലേ ടാലൻറ്റിൽ പോണ ഒരു വീഡിയോ ഇടും, അത് നിങ്ങൾ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അപ്പുറത്തെ ബെല്ലൈക്കും കൊടുക്കണേ. 1 മണിക്കൂർ എടുക്കും ടാലൻ്റ് എത്താൻ ഗൈസ്. അപ്പം ഇല്ലേ നിങ്ങൾ അത്രയും നേരം കാത്തിരുന്ന് കാണുവാണെങ്കിൽ എനിക്ക് നല്ല ഉപകാരമുണ്ട്. നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ. പിന്നെ ബെല്ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ടും ഫോളോയും ഇതൊക്കെ ചെയ്തോ ഗൈസ്. നിങ്ങൾ ചെയ്തവരാണെങ്കിൽ ഒരിക്കലും ചെയ്യണ്ട, പക്ഷെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തോ. അത്ര ഗൈസ്. എൻ്റെ സബ്സ്ക്രൈബറെ കൂട്ടിയാലേ എനിക്ക് പറ്റുള്ളൂ. പണ്ടൊക്കെ എനിക്ക് 1, 2, 3 ഒക്കെ ആയിരുന്നു. ഇപ്പോഴേ എനിക്ക് ഫുള്ളും മറ്റേതാണ്. എന്തായിരുന്നു ഈ 83 സബ്സ്ക്രൈബറാണ് ഗൈസ്. അപ്പം നിങ്ങളില്ലേ എൻ്റെ 5.1K ഉള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ 5.2K ആക്കാൻ നിങ്ങൾ നോക്കണം. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇല്ല അത് കാണണ്ട. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടോ ഗൈസ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ കാണണ്ട, കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോ. എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണോ ഗൈസ്. നിങ്ങൾ റൊണാൾഡോ ഫാൻ ആണെങ്കിൽ അടിച്ചു വിട്ടോ, മെസ്സി ഫാൻ ആണെങ്കിൽ അടിച്ചു വിട്ടോ. ലയണൽ മെസ്സി, പക്ഷെ എനിക്ക് ലയണൽ മെസ്സിനെ ഇഷ്ടമല്ല, എനിക്ക് റൊണാൾഡോ തന്നെയാണ് ഇഷ്ടം. ലയണൽ മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട്, അത് പണ്ടാണ്. പക്ഷേ ഇല്ലേ എനിക്ക് റൊണാൾഡോനെ തന്നെ ഇപ്പോഴും ഇഷ്ടം. വേൾഡ് കപ്പിനെ പോലെ വേറെ ഒരു കപ്പ് റൊണാൾഡോ മേടിച്ചിട്ടുണ്ട്, ഒരു വലിയ കപ്പാണ്. അത് വെച്ചിട്ടില്ലേ റൊണാൾഡോ മറ്റേ ഒരു ഇല്ലേ സിഗ്മ ബോയ്സ് ഒക്കെ വെക്കണ ഒരു വായിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലിരിക്കണ ഒരു വാ, അങ്ങനെ ഇല്ലേ വാ വെച്ചിട്ട് ഇല്ലേ ഇതേണ്ട ആ വലിയ കപ്പ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കണം. അതുകൊണ്ടാണ് എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ എനിക്ക് ഇത്ര ഇഷ്ടം ഗൈസ്. എനിക്ക് ഇഷ്ടം ഗൈസ്. ഞാൻ പറയില്ലേ മഴ പെയ്യുമെന്ന്. ഇത് എപ്പോൾ നോക്കിയാലും മഴ പെയ്യും, മഴ പോവും മഴ വീഴും, മഴ പോവും മഴ വീഴും, മഴ പോവും മഴ വീഴും, മഴ പോവും മഴ വീഴും. ഇതാണ് ഈ സിറ്റിയിലെ അവസ്ഥ ഇപ്പം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത്രയുള്ളൂ ഗൈസ്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ അപ്പം ഇല്ലേ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല് എന്നും പറഞ്ഞുകൊണ്ടില്ലേ വീഡിയോ കട്ട് ചെയ്യാതെ ഫുള്ളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഗൈസ്. ഞാൻ ഒരുപാട് വീഡിയോസ് പിന്നെ ഇട്ടിട്ട് ഞാൻ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ പറയും. അത് ഒരിക്കലും ചെയ്യണ്ടെന്നല്ല, എല്ലാ പ്രാവശ്യം ചെയ്യണം. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം ഗൈസ്. ഏഷ്യാനെറ്റ് ന്യൂസ് എൻ്റെ ചാനൽ കാണാറുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെ, നിങ്ങൾ ഇല്ലേ ഒരു പ്രധാനപ്പെട്ട അസുഖം നിങ്ങളിനി പറയല്ലേ, അതില്ലേ ബ്രെയിൻ ട്യൂമറാണ്. അത് പറയല്ലേ ഇനി. അതില്ലേ ഒരു 1 അസുഖമാണ്.
അതൊക്കെ പിടിച്ചില്ലേ മനുഷ്യന്മാരെ ചത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബ്രെയിൻ ട്യൂമർ ഇല്ലേ നമ്മളുടെ സ്ക്വിഡ് ഗെയിമിൽ അപ്പൂപ്പനുണ്ട്. അതില്ലേ സിനിമാ ലോകത്തെന്നാണ് പറയണത്. ഇതിപ്പോൾ ഞാൻ സിനിമയിൽ ആക്ട് ചെയ്യണ കണക്കില്ലേ ഗൈസ്, ഞാൻ ഇപ്പോൾ സിനിമയിൽ ആക്ട് ചെയ്യണ കണക്കുണ്ട്. ഹേ രാജു, അച്ഛ അല്ല, ഹേ രാജു, अरे बेटा, ए राजू, अरे बेटा क्या करे? ഗായ്സ്, ഞാൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണ കണക്കുണ്ടല്ലേ, ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞോ ഗായ്സ്. നീ എൻ്റെ പൈസ എടുത്തോണ്ട് പോവില്ലടാ. എന്റെ മോനെ എടാ ഇടിക്കല്ലടാ. എടാ നിന്റെ മോൻ അല്ല എടാ നിന്റെ ചേട്ടൻ എത്ര സ്നേഹിച്ചാണ് നിന്നെ വളർത്തിയെന്നറിയാവോ? ഗൈസ് വീഡിയോ എത്ര ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അടിക്കാറ്, ബെല്ലൈക്കൺ അടിച്ചാൽ തരമേ